നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇടത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിനെ പരിഹസിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവായ പി അബ്ദുറബ്ബ് രംഗത്ത് വരികയാണ്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് നിർത്തി. തെരച്ചിൽ നാളെ വീണ്ടും തുടരും. നാളെയും കിട്ടിയില്ലെങ്കിൽ തെരച്ചിൽ മറ്റന്നാളും തുടരുമെന്നായിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലെ പരിഹാസങ്ങൾ. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും പ്രചരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതേസമയം പഴയ സാധനങ്ങൾ വിൽക്കാൻ വെക്കുന്ന OLX ആപ്പിൽ CPM ആളെ തിരയുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു. ഒരു പടി കൂടി കടന്ന് ആളെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ M സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ വെല്ലുവിളി വന്നത്. ബലിയാടിനെ തിരയുന്നുവെന്നും പരിഹാസങ്ങൾ രൂക്ഷമായി. പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ CPIM ഇന്നലെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗം ചേരുകയും ചേർന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിയോടെയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നത്. പൊതു സ്വതന്ത്രനെ പരിഗണിക്കണം എന്നാണ് ഇതുവരെയുള്ള പാർട്ടി നിലപാട്. U ഷെറാഫ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, M തോമസ് മാത്യു എന്നിവരുടെ പേര് ചർച്ചയിൽ നിലനിൽക്കുന്നു. PV അൻവർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുൻ നിലപാട് ആവർത്തിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറാണ് ആദ്യം നിലപാട് പറയേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാടാണ് താൻ പറഞ്ഞതെന്നും VD സതീശൻ കഴിഞ്ഞ ദിവസം പറയുന്നു. രാവിലെ വാർത്താ സമ്മേളനത്തിൽ VD സതീശനെതിരെ PV അൻവർ രംഗത്ത് വരികയായിരുന്നു. നിലമ്പൂർ വിഷയത്തിൽ ഇപ്പോൾ UDFും LDFും ഒരുപോലെ വെള്ളം കുടിക്കുകയാണ്. VD സതീശന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി വിട്ടവൻ ഇപ്പോൾ ചെളിവാരി എറിയുകയാണെന്ന് അൻവർ തുറന്നടിച്ചത്. എന്നാൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടാണെന്നും അഹങ്കാരത്തോടെ പറഞ്ഞതല്ല എന്നും ലളിതമായ ഭാഷയിലാണ് അത് പറഞ്ഞതെന്നും VD സതീശൻ വ്യക്തമാക്കി. നിലമ്പൂർ ഇലക്ഷൻ ഇരു പാർട്ടികളിലും വളരെ ശക്തമായി തന്നെ സ്വാധീനം ചെലുത്തും. വരാനിരിക്കുന്ന ഇലക്ഷനിലും നിലമ്പൂർ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറും. PV അൻവർ പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയേണ്ടതില്ല എന്നുള്ള VD സതീശന്റെ നിലപാട് വളരെയധികം സംശയാസ്പദമായി നിലനിൽക്കുകയാണ്. UDFനകത്ത് ഇപ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് എന്നുള്ളതും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു കാര്യം തൃണമൂൽ കോൺഗ്രസും UDFനെയും കോൺഗ്രസ് പാർട്ടിയെയും മൂന്നായി മുറിക്കാനുള്ള കാര്യമായി മാറുമോ എന്നതും വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമായി മാറും. ശുഭകരമായ തീരുമാനത്തിലെത്താൻ UDFന് സാധിക്കുമെന്ന് PV അൻവർ കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ശുഭകരമായി ഒരു പാർട്ടി നടത്തിക്കൊണ്ട് പോവുകയാണോ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായി തീരുമാനമെടുക്കുന്നതിനോ നല്ലൊരു നേതാക്കളോ ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താണെങ്കിലും UDFിൽ ചുമതലപ്പെടുത്തിയിട്ടുള്ള നേതാക്കന്മാരുടെ തീരുമാനങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം.